ഇന്ന് നമ്മൾ മനോഹരമായൊരു കാട്ടിലാണ് കേട്ടോ. കൊടുങ്കാട് എന്ന് തന്നെ പറയാം. നിലമ്പൂർ ഉൾവനത്തിലെ ഒരു കാട്ടിലാണ് നമ്മളുള്ളത്. ഒരു മനോഹരമായ കാട്. ഈ കാട്ടിൽ ഒരുപാട് അരുവികളും ചോലകളും പുഴകളും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എൻ്റെ സൗണ്ടിന് ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. ജലദോഷവും പനിയൊന്നും മാറിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പുഴയുണ്ട്. ഈ പുഴയ്ക്ക് കുറുകെ ആദിവാസികൾ, അതായത് ഈ കാട്ടിൽ വസിക്കുന്നവർ പണിതെടുത്തിട്ടുള്ള അടിപൊളിയൊരു തൂക്കുപാലമുണ്ട്. അതിപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് അവരെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. കാരണം അത്യാധുനിക മെഷീനുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് അവർ, എനിക്ക് തോന്നുന്നു അവർ ഈ നമ്മൾ ഈ കാട്ടിൻ്റെ വള്ളികൾ ഉപയോഗിച്ചിട്ട് ഒക്കെയാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഓരോ കാഴ്ചകൾ ചെറുതായിട്ടുള്ള കാണിച്ചു തരാം. അതിപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല, പക്ഷേ അത് ചെയ്തതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇതിലെയാണ് ശരിക്കും അവർ ആ വഴിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. കുറേ മുൻപ് കണ്ടില്ലേ, കയർ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി, അതായത് കയറൊക്കെ കെട്ടി, വലിയ നമ്മുടെ സാധാ കയറൊക്കെ കെട്ടിയിട്ടാണ് അവർ ചെയ്തത്. കുറേ കയറൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, അപ്പോൾ നമുക്ക് ഇത് കൂടെ പോകാം. പുഴതാട്ടോ, പുഴയ്ക്ക് കുറുകെയാണ് പാലം വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് പോയി ഫുൾ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആയിട്ട് നമ്മൾ പോകണം. ഇവിടെ സത്യത്തിൽ ആനയൊക്കെ ഉണ്ടേ. ഇത് നമ്മളെ മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ ഗുഹയിൽ പോണ മാതിരില്ലേ, ഒരു മരമാണത്. ഈ കാണുന്നതൊന്നും വേറൊന്നുമല്ല, ഇത് ആന ഉരയ്ക്കുന്നതാണ്. ആന പുറം ചൊറിയ എന്ന് പറയില്ലേ, ഇത് പോന്നിട്ടൊക്കെയാണ് ഉരയ്ക്കുക. ആന ചെയ്ത പല പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാനായി. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് അവർ കെട്ടിയിട്ടുള്ള കയറ്, കണ്ടില്ലേ, മുകളിലേക്ക് കയറ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കൂടെയൊക്കെ ഇവിടുന്ന് ഒരു കയറ് പോയിട്ടുണ്ട്. മൊത്തം ഒരുപാട് കയറുകൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൽ എനിക്ക് അങ്ങോട്ട് കയറി പോകാൻ നല്ല പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കയറി പോകാത്തത്. വേറെ ആരൊന്നും വിചാരിക്കരുത്. കാരണം ഇനി അവിടെ വല്ല പാമ്പെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും നമ്മൾ വേണ്ടാത്ത വയ്യാവേലിക്ക് ഏറ്റെടുക്കണം. ഞാൻ താഴത്തുനിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലൊരു പാറംകൂട്ടാണ്. അതിൻ്റെ മുകളിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഒരു പാറയിൽ നിന്ന് മറ്റൊരു പാറയ്ക്കാണ് അവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നത് നേരെ പുഴയിലേക്കാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പുഴ, അടിപൊളി പുഴ ഉണ്ടല്ലേ. ഇതിൽ ഞാൻ പറഞ്ഞ ഇതാണ് തൂക്കുപാലതാണ്. തൂക്കുപാലത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുകളിലുള്ള മാത്രമാണ് നല്ല അടിപൊളിയായിട്ടുള്ള കയറ്. ബാക്കിയുള്ളതൊക്കെ അവരുടെ ഓരോ മരത്തിൻ്റെ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മുളയാണ് മുകളിലുള്ളത്. മുള കെട്ടിയിട്ടാണ് നടക്കാനുള്ളത്. മുളയും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അത് അവിടേക്ക് പോയി കയറും. അതായത് ഇപ്പം ശരിക്കും വെള്ളം കുറവാണ് അല്ലേ, വെള്ളം കുറവാണ്. മഴയുള്ള സമയത്ത് ഇത് അത്രയും ഹൈറ്റിൽ പൊന്തും. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാഴ്ച അല്ലേ. വെള്ളച്ചാട്ടം പോലെ തന്നെ, അതായത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ എപ്പോഴും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയല്ലേ. അവർ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത്രയും റിസ്കിൽ എങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഇത്രയും ഏരിയയിൽ അവർ ജോയിൻ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഓരോ കയറ കണ്ടില്ലേ, മരത്തുമെന്ന് എടുത്തിട്ടുള്ള, അതായത് മരത്തിൻ്റെ തോലാണ് ഈ കാണുന്നതൊക്കെ. തോലിങ്ങനെ വലിച്ചൂരി എടുത്തിട്ടുള്ള ഇതൊക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. വെള്ളം നമ്മളെ പനിനീർ പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ല, അത്രയും ശുദ്ധമായ വെള്ളമാണ്. അതായത് വേറെ അണുക്കളൊന്നുമില്ല, നല്ല സൂപ്പർ വെള്ളം. നമുക്ക് ഈ വെള്ളം
കുടിക്കാൻ പറ്റുന്ന നല്ല പനിനീർ പോലത്തെ വെള്ളം. നമ്മളെ ഫിൽറ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇവിടെയൊക്കെ ഒരു അടിപൊളി ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. കാരണം അത്രയും പ്രകൃതി, അതായത് തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ടൗൺ ഏരിയയിൽ അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര സന്തോഷം ഉളവാക്കുന്നതായിരിക്കും. ഞാനൊന്നും വലിയ ടൗണിലല്ല, എന്നാലും നമുക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. കാരണം നമ്മുടെ തൊട്ടടുത്തൊന്നും ഇതേപോലെ നല്ല തെളിഞ്ഞു കിടക്കുന്ന പുഴകളോ ഒന്നുമില്ല. പുഴയെ നമ്മൾ പേടിക്കാനും വേണം. കാരണം പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ ഒന്ന് കാലടിച്ച് വീണാൽ മതി. കാലടിച്ച് വീണാൽ കഴിഞ്ഞാൽ എത്ര വെള്ളമില്ല എന്നുണ്ടെങ്കിലും അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ ഒരു കാഴ്ചയുമായിട്ട് അല്ലെങ്കിൽ പുതിയ വീടുമായിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നതാണ്. താങ്ക് യു.